ഇന്നൊരു ഞായറാഴ്ചയാണ്, എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന താഴെ. ഇതന്നെ മെയിന്. കച്ചോടി, സബ്ജി അല്ലെ പൂരി സബ്ജി, ജിലേബി. ഇവിടെ ഈ കടക്ക് നല്ല തിരക്കാ. എല്ലാ വഴിക്കും ഇങ്ങനെയുള്ള കടകളുണ്ട്. പൂരി സബ്ജി. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാൻവാലയുണ്ട്. ആവുന്നേലും പൂരി സബ്ജിയല്ലോ. അമ്പലത്തിലേക്ക് കയറേണ്ട, കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് കയറേണ്ട തിരക്ക. ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടെ ചോദിക്കുമ്പോൾ ലോക്കൽ സ്ഥലം പറയുന്ന ഭയങ്കര തിരക്കാന്നാ പറയുന്നത്. നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചത്തെ ക്യൂ ആയത്. ഈ ക്യൂ ഇങ്ങനെ രാവും പകലും ഇല്ലാണ്ട് ക്യൂ ആയി ഇവിടെ ഈ ബാരിക്കേഡിന്റെ ഉള്ളില്. പൂരി സബ്ജി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് കഴിച്ചും കൊണ്ട് പോവാം. ഇപ്പം വേറെ വഴിയൊന്നുമില്ല. എല്ലാ സൈഡിലും ഇതെല്ലാം തന്നെ കിട്ടുക. അവിടെ ഒരു ഭാഗത്ത് പൂരി ആക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പൂരിക്ക് കുഴക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീടികളോ, ഒരാൾക്ക് കഷ്ടി നിൽക്കാൻ പറ്റിയ ഒരു പീടിയ കണ്ട. അവിടെ തന്നെയാണ് പൂരിക്ക് കുഴച്ച് മാവിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മാവിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ചുട്ടിടുന്നുണ്ട്, അതേപോലെ തീരുന്നുണ്ട്. ചുട്ടിടുന്നുണ്ട്, തീരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പൂരി കഴിക്കാം. കച്ചോറി പൂരി. ഇതെന്തോ ഉള്ളില് ഫില്ല് ചെയ്യുന്നുണ്ട്. 4 पूरी बस. खाने का ये अंदर क्या लगा रहा है? ये उड़द का दाल. क्या चाहिए? उड़द का दाल है. उड़द का दाल. जिलेबी नहीं. അപ്പൊ ഞാനും എടുത്ത് പൂരി സബ്സി. പൂരി സബ്സി എടുത്ത്. അത് ഉറദ്ദാല ഉള്ളില് നിറയ്ക്കുന്നത്. ഉറദ്ദാൽ എന്ന് പറഞ്ഞാൽ ഉഴുന്നിന്റെ ദാല ഉള്ളില് നിറയ്ക്കുന്നത്. പൂരിന്റെ നിറച്ചിട്ട് നേരെ പരത്തിയിട്ട് അവിടെ ചുടും.
പൂരി എന്ന് പറഞ്ഞാൽ നല്ല കറുമുറ എന്നുള്ള പൂരിയാണ്. നമ്മളെ വീട്ടിലൊന്നും ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കൂല. അത്രയും ക്രിസ്പായിട്ടുള്ള പൂരി. അങ്ങനെ ഇന്ന് ഞായറാഴ്ച, ഇന്നും തിരക്ക് തന്നെയാ. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ തിരക്കാ. കൊമ്പ് കഴിയുന്നവരെങ്കിലും ഈ തിരക്കുണ്ടാവും. അപ്പോ ഞാനിപ്പോ ഇവിടുന്ന് വാരാണസി ഗേറ്റ് നമ്പർ 4 അമ്പലത്തിന്റെ, കാശി അമ്പലത്തിന്റെ ഗേറ്റ് നമ്പർ 4ന്റെ അടുത്താ നിന്ന ചെറിയൊരു ഗലിയിലെ ഒരു ഗസ്റ്റ് ഹൗസില്. ഇന്നലെയും മെഞ്ഞാന്നെല്ലാം ഗസ്റ്റ് ഹൗസ് ഫുള്ളാ. ഇന്നും ഫുൾ തന്നെയാണ്. കുറെ ആള് റോഡുമേ തന്നെ ഇരിക്കുകയും കിടക്കുകയെല്ലാം ചെയ്യുന്നത്. അത്രയും ടൈറ്റ് ഗസ്റ്റ് ഹൗസ് കിട്ടാനല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് ഹൗസിനും കുറച്ച് വില കൂടും ഇപ്പോ. ഇന്ന് ഞായറാഴ്ച, പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കും കൂടി. അല്ലെങ്കിലും ഡെയിലി തിരക്ക് തന്നെയാ. ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കുക. ഇവിടെ താമസിക്കുന്നവർക്ക് എല്ലാം പുറത്തിറങ്ങി നടക്കാനും പോവാനും എല്ലാം ഒരു ബുദ്ധിമുട്ടായി. ഫ്രീ ആയി നടക്കാൻ പറ്റുന്നില്ല. കുറെ സ്ഥലങ്ങൾ ബ്ലോക്കാ. വണ്ടിയൊന്നും ലോക്കൽസിന്റെ ചെറിയ 2 വീലർ അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ തന്നെ കയറ്റി വിടുന്നില്ല. ആ റൈറ്റ് കാണുന്നതാണ് ബാരിക്കേഡിന്റെ, സ്റ്റീൽ ബാരിക്കേഡിന്റെ ഉള്ളില് അമ്പലത്തിൽ പോകേണ്ട ക്യൂ. ഏകദേശം ഇപ്പൊ തന്നെ ഒരു രാവിലെ 9:15, 9:30. ഇപ്പൊ തന്നെ ഒരു 3 കിലോമീറ്റർ മുകളില് ക്യൂ. വെറും ഗേറ്റ് നമ്പർ 4ലേക്ക് കടക്കേണ്ട ഒരു വഴിക്കുണ്ട്. അങ്ങനെ 4 ഗേറ്റിലേക്ക് കടക്കാൻ കിലോമീറ്ററോളം ക്യൂവാ. 5-6 മണിക്കൂറിന്റെ മുകളിലാണ് ഇപ്പം ദർശനത്തിന് കാത്തുക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഈ 9:30 നിന്ന് കഴിഞ്ഞാൽ 6-7 മണിക്കൂർ ദർശനത്തിന് കാത്തുക്കേണ്ടി വരും. പോലീസെല്ലാം ബന്ദോബസ്താക്കി നടക്കുന്നുണ്ട്. പോലീസുകാരെല്ലാം കണ്ടമാനം ഇറക്കിയിട്ടുണ്ട്. കാരണം അത്രയും ക്രൗഡാ ഇവിടെ, അത്രയും ക്രൗഡ്. എനിക്ക് തോന്നുന്നില്ല വാരണാസി ഇത്ര ക്രൗഡ് കണ്ടിട്ടുണ്ടാവുന്നു. ക്രൗഡ് മാനേജ് ചെയ്യാൻ വേണ്ടി പിന്നെയും വീണ്ടും പോലീസിനെ ഇറക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. ഇതെല്ലാം പുതിയതായിട്ട് ഡ്യൂട്ടിക്ക് കയറുന്നയാ. ക്രൗഡ് കൂടിയോണ്ട് 5-ാം തീയതി പ്രൈം മിനിസ്റ്റർ മോഡി കുംഭമേളയില് വന്നു പോയതിന് ശേഷം ക്രൗഡ് അങ്ങോട്ട് കൂടി കുംഭില്. ആ ക്രൗഡിന്റെ കുറെ ഒരു ഭാഗം ഇവിടെയും കയറി വരുന്നുണ്ട്. ഇതെല്ലാം പുതിയ പോലീസുകാരാണ് ഇറക്കിയതാ. പോകുന്നതെല്ലാം പുതിയ ആൾക്കാരെ ഇറക്കിയതാണ് ഡ്യൂട്ടിക്ക്, ക്രൗഡ് മാനേജ് ചെയ്യാൻ വേണ്ടി. പ്രതീക്ഷിക്കാത്ത എത്ര ക്രൗഡാ വന്നിരിക്കുന്നത് ഇപ്പൊ. ആ ഒരു കുംഭമേളയിൽ ആ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ചെറിയൊരു 4-5 ദിവസത്തേക്ക് കുറച്ച് ക്രൗഡ് കുറവുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ക്രൗഡ് കൂടി അവിടെ. ഞാൻ കുംഭമേള പോയ അന്ന് ഫെബ്രുവരി 5-6-ാം തീയതി നല്ല തിരക്ക്. 6-ാം തീയതി ഞാൻ പോയ. 5-ാം തീയതി രാത്രി എത്തി. 5-ന് രാത്രി തന്നെ നടന്നു തുടങ്ങി കുംഭിലേക്ക്, മേളാനഗരിയിലേക്ക്. സിറ്റിയിലെ ഒരു പോയിന്റ് നിന്ന് മേളാനഗരിയിലേക്ക് 2 കിലോമീറ്റർ നടക്കണം. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുംബൈയിലെ വീഡിയോസില്. പോലീസുകാർ ഇതെല്ലാം പുതിയ പോലീസാണ്. ഒരുപാട് പോലീസുകാരെ ഇറക്കിയിട്ടുണ്ട്. ആംഡ് ഉണ്ട്, ആൺ പോലീസ് ഉണ്ട്. അപ്പോ തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ഇവിടെയുള്ളത്. സൈഡിലെല്ലാം കാണാം. ഇന്നലെ ഇത്രയും കണ്ടിട്ടില്ല പോലീസുകാര്. അത്രയും ക്രൗഡാ. സൈഡിലും എല്ലാം ആളാ. പീഡിയന്റെ എല്ലാം കൂടുതലും വൈകുന്നേരം ലേറ്റ് നൈറ്റ് വരെ തുറക്കുന്നുണ്ട്. ക്രൗഡില്ലോണ്ട് ഈ സാധനം കോമൺ ആയിട്ട് ഇപ്പം കാണുന്നുണ്ട്. ക്യാ ബോൾത്തെ ഭയ്യ ഇസ്കോ? ക്യാ ബോൾത്തെ? മലായിയോ. ഇതാണ് ആ മലായിയോ. ഇതെല്ലായിടത്തും ഇപ്പൊ കാണുന്നുണ്ട്. തണുപ്പിന് ഇത് കോമൺ ആയിട്ട്
എല്ലായിടത്തും കാണുന്നുണ്ട് ഈ മലായിയോ സാധനം. മലായിയാണ് സാധനം, പാലിന്റെ പത പോലത്തെ. ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു ഇത് 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ. ഇത് കാണാം, മഞ്ഞ ഫ്ലേവറും കളറും കൊടുക്കുന്നേ അത് മലായിയോ. അങ്ങനെ ഒരു സൈഡിൽ മാത്രം ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന കയറാൻ വേണ്ടി എൻട്രൻസിന്റെ, മറ്റേ സൈഡ് ഫ്രീയാ. ആ ഒരു സൈഡിലെ കച്ചവടം കുറെയെല്ലാം പോയിരിക്കുക, കാരണം അങ്ങോട്ടൊന്നും ആൾക്ക് കയറാൻ പറ്റുന്നില്ല. ആ സ്ഥാപനങ്ങളെല്ലാം 1 മാസത്തിന്റെ മുകളിൽ ഇപ്പൊ ആകെ ബുദ്ധിമുട്ടിയിരിക്കുക. അങ്ങോട്ട് കസ്റ്റമറിന് പോയിട്ട് കടയിലെ ആൾക്ക് വരെ കയറാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കയറും? അങ്ങനെ ഓരോ സ്ട്രീറ്റും, എല്ലാ സ്ട്രീറ്റും തിരക്ക് പിടിച്ച്. പിന്നെ ഇവിടുത്തെ ആൾക്കാകുമ്പോൾ ഗലീന്റെ ഉള്ളിൽ കൂടെ പോയി പരിചയമില്ലുണ്ട്, അവർക്ക് ഓരോ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താം. നമുക്ക് പിന്നെ അധികം മെയിൻ റോഡ് കൂടെ തന്നെ പോകണം. പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ ഗലിയെല്ലാം പരിചയപ്പെടാം. ഇപ്പോൾ റോഡ് സൈഡ് നല്ല ഇത് തന്നെയാ, കച്ചോരി 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 കച്ചോരി, ജിലേബി കച്ചോരി, ജിലേബി കച്ചോരി, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. എവിടെയോ ഇതാ പൂരി അടിച്ചു വിടുന്നു. പൂരിയല്ല, കച്ചോരി. കാരണം ഉള്ളില് ചെറിയ, ഞാൻ പറഞ്ഞു നേരത്തെ നിറച്ച സാധനങ്ങളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഇത് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പൂരി, കച്ചോരി. റോഡ് സൈഡിൽ തന്നെ എല്ലാ പരിപാടിയും. മുഴുവനും റോഡ് സൈഡിനുള്ള പരിപാടികൾ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാം. ഇതൊരു കോമൺ സൈറ്റായി മാറി ഇപ്പോ. നമ്മള് ഇന്ന് പോകുന്നത് സാർനാഥ്, വാരാണസിന്ന് 15 കിലോമീറ്ററാ പറഞ്ഞത്. അപ്പൊ ഈ തിരക്കിന് എങ്ങനെയാ അവിടെ ഈ തിരക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ്സിന് 30 റുപ്യ. ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. രാവിലെ കച്ചോരിയെല്ലാം കഴിച്ചല്ലേ, റിഫ്രഷ് ആയിക്കോട്ടെ. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു, എന്നാലും ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. സാർനാഥിലേക്ക് പോകണം. ചെറിയ ഗ്ലാസ്സിന് 30 രൂപ, വലുതിന് എത്രയാണെന്നറിയില്ല. ഇല്ല, ഇവിടെ 20 റുപ്യ ചെറിയ ഗ്ലാസ്സിന്, 30 അല്ല. അവിടെ എല്ലാം അമ്പലം അടുക്കുന്ന തോറും റേറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ 20 റുപ്യ ചെറിയ ഗ്ലാസ്സിന്. അപ്പോൾ നമുക്കൊരു ജ്യൂസും കുടിച്ചിട്ട് അങ്ങ് വിടാം. ഓറഞ്ച് ജ്യൂസ് നല്ല റിഫ്രഷിങ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് യാത്രയാണ്, ഫുള്ള് റെസ്റ്റ് ഇല്ല.